വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മുടെ ഇപ്പോൾ ദ ബ്രാൻഡ് ന്യൂ റോയൽ എൻഫീൽഡ് 100-350 ആയിട്ട്. ഇപ്പോൾ നമ്മൾ റോയൽ എൻഫീൽഡ് അവിടെ പരിപാടിയൊക്കെ വിളിച്ചു തുടങ്ങി ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ റിവ്യൂ ചെയ്യാൻ ഇപ്പോൾ ഓടിക്കാനൊന്നും പറ്റില്ല, പക്ഷേ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് കാണിച്ചാൽ എന്തൊക്കെ വ്യത്യാസം വന്നേക്കാം. പുതിയ കുറേ പേര് എക്സ്പെക്ട് ചെയ്ത മോട്ടോർ സൈക്കിളാണ്. സോ ഇതിൽ വന്നിരിക്കുന്ന കംപ്ലീറ്റ് ചേഞ്ചസ് എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് ഞാൻ പറഞ്ഞു തരാം. സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതേ കണ്ടില്ലേ വന്നിരിക്കുന്ന മേജർ ചേഞ്ച് കണ്ടേ, ഒരു LED ഹെഡ് ലാമ്പ് കൊടുത്തത്. ഫുൾ LED ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഹെഡ് ലാമ്പ് അറിയാലോ, എല്ലാ റോയൽ എൻഫീൽഡ് കാണുന്ന സിമിലർ ടൈപ്പ് ഓഫ് ഹെഡ് ലാമ്പ് കൊടുത്തത്. LED ഹെഡ് ലാമ്പാണ്, അധികം വെട്ടൊന്നുമില്ല, പക്ഷെ കാണാൻ സെറ്റപ്പ് ആയിട്ട് കൊള്ളാം അല്ലേ. പിന്നെ കണ്ടില്ലേ 41mm ടെലിസ്കോപ്പിക് ഫോർക്കാണ് കൊടുത്തത്. ആ ഫോർക്ക് ഗേറ്റേഴ്സ് ഉണ്ട്, ഇന്നർ ട്യൂബിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയുള്ള ആ ഗേറ്റേഴ്സ്, ആ ബൂട്ട്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് കണ്ട 300mm ഡിസ്ക് റോട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ MRFന്റെ ടയറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. MRF സാപ്പർ FM ടയറാണ് കൊടുത്തേക്കുന്നത്. ഇത് 110 സെക്ഷൻ ടയറാണ്, കുറച്ചൊരു വൈഡ് ടയറാണ് ഫ്രണ്ടിൽ കൊടുത്തത്. 17 ഇഞ്ച് കണ്ട ട്യൂബ്ലെസ് അലോയ് ടയറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ കണ്ടില്ലേ ആക്സിയൽ ടൈപ്പ് കാലിപ്പേഴ്സ്, ആ 2 പിസ്റ്റൺ കാലിപ്പേഴ്സ് ആയി കൊടുത്തത്. അത്രമാത്രം ബ്രേക്കിംഗ് പെർഫോമൻസ് സെറ്റപ്പ് ഒന്നുമല്ല, പക്ഷെ ഫോർ ദിസ് മോട്ടോർ സൈക്കിൾ ഇത് മോർ ദൻ എഫ്. നമ്മൾ ഓൾറെഡി 100 ഓടിച്ച് സെറ്റപ്പ് ആയ വണ്ടിയാണ്. നമ്മൾ എന്താ റൈഡ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കേട്ടോ. കൊള്ളാല്ലേ. പക്ഷെ ഇത് ബ്രേക്ക് ലൈൻ കണ്ടില്ലേ, അതൊക്കെ അത് സ്റ്റീൽ ബ്രേഡഡ് ലൈനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഈ റബ്ബർ ലൈൻസിന്റെ പ്രശ്നം പറ്റുന്നത് അത് കുറച്ച് എക്സ്പാൻഡ് ഹാർഡ് ബ്രേക്ക് ചെയ്തതിന് എക്സ്പാൻഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബ്രേക്കിംഗ് അത്രമാത്രം ഫീൽ കിട്ടില്ല. അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഈ സ്റ്റീൽ ബ്രേഡഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കണ്ട ABS ഡുവൽ ചാനൽ ABS ഉള്ള മോഡലാണ് കൊടുത്തത്. ഫ്രണ്ടിലും ABS ഉണ്ട്, ബാക്കിലും ABS ഉണ്ട്. നിങ്ങൾ അഗ്രസീവായി ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് വീലോ റിയർ വീലോ ലോക്ക് ആയില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം സെറ്റപ്പ് ഉള്ള അല്ലേ. പിന്നെ ഫ്രെയിം ഒക്കെ സിമിലർ തന്നെയാണ്, ട്വിൻ ഡൗൺ ട്യൂബ് ഫ്രെയിം ആണ് കൊടുത്തത്. അതിലാണ് ഈ എഞ്ചിൻ, ആ J സീരീസ് എഞ്ചിൻ വെച്ചിരിക്കുക. 349cc എയർ കൂൾഡ് എഞ്ചിൻ, SOSC ആണ്. ഏകദേശം 20 ഹോഴ്സ് പവർ 27 Nm ഓഫ് ടോർക്ക് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. കൊള്ളാലേ. ഇത് ഭയങ്കര സിറ്റിയിലൊക്കെ ഓടിക്കാൻ ഭയങ്കര ഫൺ എഞ്ചിനാണ് കേട്ടോ. അതിന് കുറച്ചും കൂടി അക്രമമാക്കാൻ വേണ്ടി ഒരു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് കൊടുത്തത്. എന്താണ് അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ നിങ്ങളുടെ റിയർ വീൽ ലോക്കിങ്ങോ ഹോപ്പിങ്ങോ അങ്ങനത്തെ ഒരു സെറ്റപ്പും ഇല്ല. കൊള്ളാല്ലേ. ഇത് ജസ്റ്റ് ഞാൻ പെട്ടെന്ന് സാധനം പറഞ്ഞു തീർക്കാം കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ടോ, അതിനുവേണ്ടി നിങ്ങൾ സ്റ്റേ ട്യൂൺ ചെയ്യും. വണ്ടി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വരുമെന്നാണ് പറഞ്ഞേക്കുക. അക്രമം കാണിക്കുക. കൊച്ചിയിൽ ഈ വണ്ടി കിട്ടിയിട്ട് അക്രമം കാണിക്കുന്നതായിരിക്കും. പിന്നെ ആ കുട്ടി മിനിമിസ്റ്റിക് ആയ ക്രാഷ് കാർഡ്, എഞ്ചിൻ ആണെങ്കിൽ ആവശ്യത്തിന് വിത്ത് എക്സോസ്റ്റിന് വരെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്രാഷ് കാർഡും കൊടുത്തിട്ടുണ്ട്. പിന്നത്തെ ചേഞ്ച് എല്ലാവരും പറയുന്ന കംപ്ലൈൻറ്റ് ആയിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ്. പണ്ട് 150mm ആയിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ് കേട്ടോ. ഇപ്പം കണ്ടില്ലേ എക്സോസ്റ്റ് റൂട്ട് ചെയ്തേക്ക് നോക്കൂ, കുറച്ചും കൂടി റീറൂട്ട് ചെയ്ത് കുറച്ചും കൂടി മാറ്റി വെച്ച്. അപ്പോൾ 10mm ഗ്രൗണ്ട് ക്ലിയറൻസും കൂടി ഏകദേശം 160mm ഗ്രൗണ്ട് ക്ലിയറൻസ്, 10mm കൂടി 1 സെൻറ്റിമീറ്റർ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയി. പില്ലിയൻ ഇരുന്നാലും അധികം തട്ടില്ലെന്നാണ് പറയാം. അത് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, സത്യമാണോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതേപോലെ മിക്കനും പറയുന്ന കംപ്ലൈൻറ്റ് ആയിരുന്നു റിയർ സസ്പെൻഷൻ ഭയങ്കര സ്റ്റിഫാണ്, ഓടിക്കുമ്പോൾ ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലിംഗ്, വിത്ത് പില്ലിയും കംഫർട്ട് ഇല്ലെന്ന് പറയുന്ന ആ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി കേട്ടോ പ്രോഗ്രസീവ് സ്പ്രിംഗ് ആണ് ഇപ്പോൾ റിയർ ഷോക്ക് കൊടുത്തത്. നേരത്തെ ഷോക്ക് അബ്സോർബറിന്റെ സ്പ്രിംഗ് നോക്കിയാൽ ലീനിയർ സ്പ്രിംഗ് ആയിരുന്നു. ആ കോയിൽസ് എന്ന് പറഞ്ഞാൽ എല്ലാം സ്ട്രേറ്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ ലീനിയർ സ്പ്രിംഗ് എന്നാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാം ഈക്വൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടത് ഇത് ഇവിടെ കുറച്ച് ലൂസ് ആയിട്ട് വന്നിട്ട് ഇവിടെ ടൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കുറച്ച് ചെറിയ സ്പീഡ്സ് ആയി സോഫ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന, ഹയർ സ്പീഡിൽ കുറച്ച് സ്റ്റിഫ് ആയിട്ട് ആക്ട് ചെയ്യും കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ പ്രോഗ്രസീവ് എന്ന് പറയുന്നത് രണ്ട് ഒരു വേരിയിങ് ആയിട്ടുള്ള സ്പ്രിംഗ് റേറ്റ് ആയിരിക്കും. റിയറിൽ നോക്കൂ 270mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പ് കൊള്ളാല്ലേ. അതും റിയർ നോക്ക് സ്റ്റീൽ ബ്രേഡഡ് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റബി കുട്ടി എക്സോസ്റ്റും കണ്ടില്ലേ, കൊള്ളാല്ലേ. പിന്നെ അതല്ല ഇതിന്റെ വീൽ ബേസ് CB 350 RSനെക്കാട്ടി ഷോർട്ടർ വീൽ ബേസ് ആയിട്ടുള്ള വണ്ടി. ഇത് ഓടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ ഇത് പരിപാടി തുടങ്ങാൻ പോകും. അതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ റാപ്പ് അറൗണ്ട് ചെയ്യുക. സീറ്റും കണ്ട കുറച്ചുകൂടി കംഫർട്ട്. ഇത് ടൂറിംഗ് സീറ്റ് ആണല്ലേ. ഇത് ആക്സസറി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റാണ് കേട്ടോ. കൊള്ളാല്ലേ സാധനം. ഇത് കാണാനും കൊള്ളാം, നല്ല പാഡിങ് ആണ്. ഇവിടുത്തെ നോക്ക് എത്ര കുഷനിങ്ങാ കൊടുത്തേക്ക് നോക്ക്, കൊള്ളാം. റിയൽ നോക്ക് 140 സെക്ഷൻ ടയർ, റേഡിയൽ ടയർ അല്ല, ബയസ് ഫ്ലൈ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 140 സെക്ഷൻ ടയേഴ്സാണ് കൊടുത്തത് MRFന്റെ. ആ സെറ്റപ്പ് ഒക്കെ കൊള്ളാം. പിന്നെ ഇതിന്റെ ഷോക്ക് അബ്സോർബർ ഉണ്ടല്ലേ, അത് 6 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കൊള്ളാം. പിന്നെ ടാങ്ക് ഒക്കെ പഴയ പോലെ ടാങ്ക് തന്നെ വന്നിരിക്കുക. വേറെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ടേൺ ബൈ ടേൺ നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഒരു ഫാസ്റ്റ് USB Type-C ചാർജറും കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? അതൊക്കെയാണ് കേട്ടോ മേജർ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഒന്ന് ഇരുതും കൂടി കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ മീഡിയ ക്രിയേറ്റർ റോയൽ എൻഫീൽഡ്. ഇതിൻ്റെ സീറ്റായിട്ട് വരുന്നത് 790mm ആണ്. ഞാൻ 5'8". എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കൊള്ളാം, എളുപ്പത്തിൽ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ. മിക്കവർക്കും ഷോർട്ടർ റൈഡേഴ്സ് ആണെങ്കിൽ ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ. വെയിറ്റ് ഉണ്ട് കേട്ടോ. CB 350 RSനെ കാട്ടി റോണിനെ കാട്ടി വെയിറ്റ് കൂടിയ വണ്ടിയാണ്. 181 kgs ഉണ്ട്. വെയിറ്റ് കുറച്ച് കൂടുതലാണ്.
പക്ഷെ അതല്ലാണ്ട് എർഗണോമിക്സ് ആണെങ്കിൽ കണ്ടില്ലേ, അപ്പുറമായിട്ട് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്യുക, അതല്ലാണ്ട് ഒരു സീനുമില്ല. പക്ഷേ ബ്രേക്കും ക്ലച്ച് ലെവേഴ്സും കണ്ട അത്ര അഡ്ജസ്റ്റബിൾ അല്ല, നോൺ അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് മേജർ ചേഞ്ച്. കീ ഇല്ല കേട്ടോ, എക്സോസ്റ്റ് തൊട്ട് പഴയ പോലെ തന്നെ ചെറിയ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അതൊക്കെയാണ് കാര്യങ്ങൾ. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 1.49 lakhs എക്സ്ഷോറും കൊച്ചിയാണ് കേട്ടോ. അധികം പ്രൈസിലും ചേഞ്ച് ഇല്ല. ഫോർ ദാറ്റ് പ്രൈസ് ഈ അപ്ഗ്രേഡ്സ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ബെറ്റർ റോഡ്സ്റ്റർ ആയിട്ട് കൊള്ളാല്ലേ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? കമൻറ്റ് ഡൗൺ ബിലോ. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ബാക്കി പ്രൈസസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം എങ്ങനെ എന്ത് സാധനം. സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.